എന്നാണ് നമ്മളൊക്കെ പറയാറ്. അമ്പലം അല്ല, അൻപ് ലയിച്ചിരിക്കുന്ന ഇടമാണ് അത്. അത് അൻപലം ആണ്. അൻപ് എന്നാൽ ദയയാണ്. ദയ ലയിച്ചിരിക്കുന്ന ഇടമാണ് ഭാരതീയ ദർശനമനുസരിച്ച് അമ്പലം. അവിടെ അതൊരു ആശുപത്രിയാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആഹാരം കഴിക്കും. എന്നാൽ മാനസികമായ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അമ്പലങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് കൃത്യമായ ശാസ്ത്രീയ വശങ്ങളുണ്ട്. ഇന്നിപ്പോ നമ്മൾ കാണുന്നത് യുവാക്കൾ ആരാധനാലയങ്ങളിലേക്ക് വരാത്തൊരു സാഹചര്യമുള്ളത്. കൗമാരപ്രായക്കാരായ കുട്ടികൾ ഹിന്ദുവിന്റെയെന്നല്ല, ക്രിസ്ത്യാനിയുടേതെന്നല്ല, മുസ്ലിമിന്റെയും ഒക്കെ ആരാധനാലയങ്ങളിലേക്ക് കൗമാരക്കാരായ കുട്ടികൾ വരുന്നില്ല. കാരണം ആരാധനാലയങ്ങളിൽ പോവുക എന്നത് അതൊരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്, വെറും അന്ധവിശ്വാസമാണ് എന്ന് ചിന്തിക്കുന്നവരിലായിരിക്കുന്നു ഏറിയ പങ്ക് കുട്ടികൾ. എന്നാൽ ഇവിടെ കുറേയേറെ കുട്ടികൾ എത്തിയിട്ടുണ്ട്, കൗമാരക്കാരെത്തിയിട്ടുണ്ട്. എനിക്ക് അവരുടെ മുന്നിൽ സൂചിപ്പിക്കാനുള്ളത്, ഒരു ട്രെയിൻ യാത്രയില് ഒരു പ്രായം ചെന്ന മനുഷ്യൻ അദ്ദേഹം ട്രെയിനിൽ നിന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ജപിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ നോക്കി ചിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, ഏതാണ് കുഞ്ഞായി ചിരിക്കുന്നത്? ഞാൻ വെറുതെ ചിരിക്കുകയാണ്. വീണ്ടും അദ്ദേഹം ജപം തുടർന്നു. ഈ ചെറുപ്പക്കാരൻ പരിഹാസപൂർവം അദ്ദേഹത്തെ നോക്കി ചിരിക്കുകയാണ്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഏതാണ് കുഞ്ഞെ നീ ചിരിക്കുന്നത്? ചെറുപ്പക്കാരൻ പറഞ്ഞു, ലോകം എത്രയോ മാറിയിരിക്കുന്നു, ലോകം എത്രയോ മാറിയിരിക്കുന്നു, നിങ്ങളിതൊന്നും അറിയുന്നില്ലേ? ശാസ്ത്രം എത്രമാത്രം പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. അതായത് മനുഷ്യൻ പറഞ്ഞു, കുഞ്ഞെ എനിക്കതൊന്നും അറിയില്ല, എങ്കിൽ നിങ്ങളുടെ വിലാസം തരും, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ലഘുലേഖകൾ അയച്ചു തരാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് വിലാസം കുറിച്ച് തരാൻ എന്റെ കയ്യിൽ ടൈം പേപ്പറൊന്നുമില്ല, ഞാൻ പറയാം, ഈ എഴുതിയെടുത്തോളൂ. അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് ലൂയിസ് പാസ്റ്റർ എന്ന് പറയും. അവരെഴുതി, ഡയറക്ടർ സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് പാരീസ്. ആ ചെറുപ്പക്കാരൻ വെട്ടിപ്പോയി. അതിന് പാരീസിലെ സയന്റിഫിക് റിസർച്ച് സെന്ററിന്റെ ഡയറക്ടറായിരുന്നു ആ പ്രായം ചെന്ന മനുഷ്യൻ.